അപ്പൊ നമുക്ക് യോഗ നടപടികൾ ആരംഭിക്കാം. എന്തോന്ന് ആരംഭിക്കാം? ചിലപ്പോഴൊക്കെ എനിക്ക് കുറച്ച് ദേഷ്യവും തോന്നിയിട്ടുണ്ട്. സന്തോഷം ഉള്ള കാര്യം തുറന്ന് പറയണമല്ലോ. എന്നിട്ട് അത് അതിന്റെ ഇപ്പം ജോർജങ്ങൾ അതിന്റെ കറക്റ്റ് അഭിപ്രായം പറഞ്ഞു. കോമാളിയാകാൻ ശ്രമിക്കരുത്. സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്റെ വിധമാറും. ആളാരെന്നൊന്നും ഞാൻ നോക്കൂല. നിങ്ങളെ ഒരു ഓണാഘോഷ പരിപാടിയിൽ വേദി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും നിസ്സാരമായ ഒരു കാര്യമല്ല. ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിയിട്ട് ഇനി നിങ്ങൾ കോമാളി ആവേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ അതിന്റെ ആവശ്യമില്ലല്ലോ. കൂടുതൽ അഭ്യാസം എന്റെ അടുത്ത് കാണിച്ചാണ്ടില്ല. ഞാൻ നല്ല പുളിച്ച തെറി വിളിച്ചു പറയും. നല്ല നല്ല കാര്യങ്ങൾ, വളരെ ഇതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾ പറയുന്നത്. ഇതിപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് പറയുമായിരുന്നു, എന്ത് നല്ല അർത്ഥമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞ കാര്യം. ഇവരെല്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. കൊണ്ടുവന്നിരിക്കുന്ന ട്രെൻഡ് എനിക്ക് മനസ്സിലായി. കുറച്ച് അങ്ങനത്തെ രീതിയിലൊക്കെ പെരുമാറി അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ആ സ്ഥാനത്തേക്ക് എത്താൻ പറ്റൂ എന്നുള്ളതാണ് ഉദ്ദേശം. നീ അങ്ങനെ പറയൂ. കൊണ്ടുവന്നിരിക്കുന്ന ട്രെൻഡ് എനിക്ക് മനസ്സിലായി. കുറച്ച് അങ്ങനത്തെ രീതിയിലൊക്കെ പെരുമാറി അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ആ സ്ഥാനത്തേക്ക് എത്താൻ പറ്റൂ എന്നുള്ളതാണ് ഉദ്ദേശം. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ചെറിയ കാര്യം ഞാൻ പറയട്ടെ. ഇപ്പൊ നമ്മള് ചെറിയ കുട്ടികൾക്ക് ഈ കുറച്ച് കയ്പുള്ള മരുന്ന് കൊടുക്കുമ്പോൾ ഈ കയ്പ് കൊടുത്തതിന് ശേഷം മധുരം കൊടുക്കും. ആ മധുരം കൊടുക്കുന്നതാണ് അതിന്റെ കീ. അത് കൊടുത്തില്ലേ ആ കുട്ടികൾ അത് കാണൂല. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്താ സംശയം മാറിയോ? പോലെ ഇങ്ങനത്തെ ലേശം കോപ്പറയൊക്കെ കാണിക്കുന്ന ഇത് കാണാൻ കുറെ ആളുകളുണ്ട്. അല്ലാണ്ട് ഞാൻ വളരെ മസിൽ പിടിച്ച് മേഡം എനിക്കത് അറിയിച്ചിട്ടില്ല. ഞാൻ വളരെ മസിൽ പിടിച്ചൊക്കെ എനിക്ക് സംസാരിക്കാറില്ല. പക്ഷെ അങ്ങനെയാകുമ്പോൾ മേഡം ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ ഗൂഗിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെടുന്ന പേരാണ് സന്തോഷ് പണ്ഡിറ്റ്. 3 ലക്ഷം ആൾക്കാർ ഇത് കാണുന്നത്. നിങ്ങളിപ്പോ മഴ മനോരമ ഓക്കെ, ഇതിൽ എത്ര പേര് കാണുന്നു അതിൽ ഉറപ്പിച്ച് എഴുതി ഒപ്പിട്ട് തരാം. അതിലും കൂടുതൽ ആൾക്കാർ ഇൻട്രസ്റ്റിൽ കാണും. അതാണ് സന്തോഷ് പണ്ഡിറ്റ്. അപ്പൊ അവരെ കൂടെ കയ്യിലെടുക്കണമെങ്കിൽ അത്യാവശ്യം അല്ലറ ചില്ലറ നമ്പറൊക്കെ വെച്ചിട്ട് സർവ്വമാന്യനാണ്, ഒരു അന്തസ്സുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അച്ഛനെ ആ ഒരു പൊസിഷനിൽ കാണാനല്ലേ ഏത് കുട്ടി ആഗ്രഹിക്കും. തീർച്ചയായിട്ടും എന്റെ പറശ്ശിനിക്കട മുത്തപ്പ മാങ്ങാന്ന് പറയുമ്പം തേങ്ങാന്നാണല്ലോ ഈ പണ്ടാരം കേൾക്കുന്നത്. മറ്റുള്ളവർ ചിന്തിക്കുന്നതൊക്കെ പോട്ടെ, പക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ളവര്, നമ്മുടെ കുട്ടികൾ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു രീതി കാണണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഇതൊക്കെ പറയാൻ വാസണം വരേണ്ട വല്ല കാര്യമുണ്ടാ? ആരെങ്കിലും ഒരാളെ പറഞ്ഞാ പോരായിരുന്ന? അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു രീതി കാണണമെന്ന് ആഗ്രഹിക്കത്തില്ലേ? പക്ഷെ മേഡം ഞാൻ ഇതിലൊരു ചെറിയ സംവാദമല്ല എന്നാലും ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഈ നല്ലത് ചീത്ത എന്നൊക്കെ പറയുമ്പോൾ അല്ലെ എനിക്ക് പലപ്പോഴും ഇപ്പൊ മേഡത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഓരോ വ്യക്തിയും ഇൻഡിവിജ്വൽ ഡിഫറൻസ് അങ്ങനെ ആവണം, വ്യത്യസ്ത ആവാൻ വേണ്ടിട്ട് തന്നെ സന്തോഷം ചെയ്യുന്നതാണോ? ചെറിയൊരു ഡിഫറൻസ് അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. അങ്ങനെയാണ് വേണം എന്ന് വെച്ചിട്ടാണ് എന്താ രാമ ഞാൻ ഈ കേക്കണേ? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ ചെയ്യുന്നു. പക്ഷെ എനിക്കറിയാം അത് തുടക്കം. അതാ ഞാൻ മേഡത്തോണ്ട് നിങ്ങൾ ഞാൻ എന്താണോ പറയുന്നത്, ഒരു 4 സിനിമ ഞങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ദൈവമേ വടിയായ അളിയാ. ഇപ്പൊ തന്നെ മേഡം എനിക്ക് ഇതിനെ എതിർക്കുന്നവരുടെ എണ്ണം കുറഞ്ഞില്ലേ? മേഡം ഇത് 3 ഇപ്പൊ മിനിമോളുടെ അച്ഛൻ വന്നു, 4ാമത്തെ സിനിമ വന്നു. മേഡം നോക്കിക്കോളൂ, എല്ലാം പറയും സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞാണ് ശരി. മേഡം ടു വിൻ വി വാണ്ട് ഫ്രണ്ട്സ്, വി വാണ്ട് എ ഡിസിഷൻ ഓഫ് വി വാണ്ട് എനിമീസ് എന്നാണ്. വിജയിക്കാൻ സുഹൃത്തുക്കൾ വേണം, വൻ വിജയിക്ക് ശത്രുക്കൾ വേണമെന്നാണ്. വരെ എതിർക്കും, അതിന്റെ ഇടയിൽ നമ്മൾ വിജയിക്കുമ്പോൾ എല്ലാം പറയും സന്തോഷ് പണ്ഡിറ്റ് ചരിത്രം സൃഷ്ടിച്ചു. ലക്ഷത്തിൽ 1 കാണും ഇതുപോലൊരു ഐറ്റം.